ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ബേബി സ്വാഗതം പറഞ്ഞ എല്ലാവർക്കും പറഞ്ഞേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും പൊതച്ചു മൂടി കിടന്നുറങ്ങണോ മഴയത്ത്? ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ലീവും കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോ കിടന്നുറങ്ങായിരിക്കും. റെസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റാ. നല്ല സുഖത്തിൽ കിടന്നുറങ്ങാം. എനിക്ക് ആഗ്രഹമുണ്ട് കിടന്നുറങ്ങണമെന്ന്, പക്ഷെ സാധിക്കുന്നില്ല. ഉറക്കമൊക്കെ കഴിഞ്ഞു. മുൻപ് സ്കൂളിൽ പോകുമ്പോ വിചാരിക്കോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങാം, അപ്പൊ അടുത്ത കോഴ്സിന് പോണം. അത് കഴിഞ്ഞ് കഴിയുമ്പോ എനിക്ക് ഇത് കഴിയുമ്പോ ഉറങ്ങാം. എവിടെ ഉണ്ട് ഇപ്പൊ ഉറക്കമില്ല, തേങ്ങയില്ല, ഒന്നുമില്ല. സ്കൂളില്ലാത്തപ്പോ പിന്നെ ഉറങ്ങാം. ഉറക്കൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പൊ ഉറങ്ങണവരെ കണ്ട് നമുക്ക് കൊതിക്കാമോ? ഒരു കിടന്ന് ഉറങ്ങാനുള്ളൂ ഇങ്ങനെ പറയാം. അതന്നെ ഉള്ളൂ. ഇന്ന് ഇവിടെ നല്ല കാറ്റുണ്ടായിട്ടാ. ആദം ബേബി അമിഷൂര് പുറത്തിരിക്കായിരുന്നു. പുറത്തിരിക്കുന്ന സമയത്ത് പട്ടയല്ലേ, പട്ട ഷീറ്റുമേക്ക് വീണു. ആദം ബേബി പെട്ടെന്ന് ഞെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ആളവിടുന്ന് പോറില്ല. ഫസ്റ്റ് ഒരു ഞെട്ടലായിരുന്നു. അതിനിപ്പോ ഇരുന്ന ആളിന്ന് ചിരിക്കായിരുന്നു. അപ്പൊ കാറ്റ് വന്ന് വല്ല മരങ്ങള് വീടിലേക്ക് കാറ്റ് വന്നതല്ല പ്രശ്നം. കാറ്റ് വരും, ഒരു പോസ്റ്റ് വീഴും. ഇവിടെ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ കറണ്ടില്ല. കാറ്റൊന്ന് സൈഡിൽ കൂടെ വീശി ഇവിടുത്തെ കറണ്ട് പോയി. പിന്നെ 2 ദിവസത്തേക്ക് ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. അത് ഓർക്കുമ്പോഴാണ് പേടി. ഇവിടെ കറണ്ട് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നെങ്കിൽ അവരെ വിളിച്ച് അവരും നമ്മളായിട്ടൊരു നല്ലൊരു പരിചയമായിട്ടുണ്ട് ഇപ്പൊ വിളിച്ച്. അതുകൊണ്ട് കാറ്റ് വരാണ്ടിരിക്കുന്നത് നല്ലത്. മഴ ശരിക്കും മോട്ടറ് കാലത്ത് തന്നെ എനിക്കുമ്പോഴേക്കും അടിച്ചിടണം നല്ലത്. കറണ്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അടിച്ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നം. അതെ അമ്മാമ്മ എങ്ങടെ കേറണേ? അപ്പൊ നീ തന്നെ കാരണമല്ലേ? അപ്പാപ്പനോട് പറയാ കീമോണ്ടിരാൻ പറയും. അപ്പാപ്പാന്ന് വിളിക്ക്. ആദം അപ്പാപ്പാ അക്കി അവിടെ മോളെ ഫോൺ എടുത്തിട്ടില്ല. എന്നിട്ട് വെച്ചെടുത്തിട്ട് കാര്യമുള്ള അവര് കേക്കില്ല. അപ്പൊ അമ്മാമയല്ല എടുത്തിരിക്കണേ. അപ്പാപ്പാന്ന് വിളിക്ക്. അങ്ങനെ ഇതെന്തിനത് എനിക്ക് കൊണ്ടുതരണ എന്തിനാ? ആദം ഇതവിടെ കൊണ്ടുവച്ചേ. എന്നിട്ട് പറഞ്ഞ നിന്റെ അടുത്ത് കായ പറക്കല്ലോ അവന്റെ. ഞാൻ കായ എടുത്തിട്ട് കൈമക്കറിയാം. ആദം ബേബി ആദകൂട്ടിനോട് എന്താ പറഞ്ഞേ? എച്ചി കൂട്ടി ചോറ് തരും അമ്മാമ്മ. എച്ചി ഫ്രിഡ്ജിലിരിക്കണേ. ഇപ്പൊ തന്നെ ഫ്രിഡ്ജ് തുറന്നു തുടങ്ങിട്ട. ഫ്രിഡ്ജ് തന്നെ തുറക്കാണ്ടല്ലോ. ഉണ്ണി ഒരു മാസം നല്ല ഗുഡ് ബോയ് ആയിരുന്നു കേട്ടാ. അതായത് ഉറങ്ങും, വലിയ വാശിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ നമ്മുടെ ആദം ബേബിയുടെ പോലെയല്ല, നല്ല കുട്ടിയാന്ന് വിചാരിച്ചു. ഞാൻ ടിന്നി വന്നപ്പോ ടിന്നിയോട് പറയുകയും ചെയ്തു, എടി നമ്മുടെ ആദം ബേബിയുടെ പോലെയല്ല, ഇവ നല്ല കൊച്ച, വലിയ വാശി കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. ഇപ്പൊ അവൻ നല്ല കുട്ടി, വേറൊരു നല്ല കുട്ടിയായി തുടങ്ങി. താഴ്ത്തി വെച്ച അപ്പ കരയും. എടുത്ത് കൊണ്ട് നടക്കണം, നിക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞ കറിയാം. എങ്ങനെയാവും മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഇരുന്നാലും പ്രശ്ന, നിന്നാലും പ്രശ്ന. അതായത് മറ്റേ വണ്ടി മൂവ് ചെയ്യണ പോലെ നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ആദം ബേബിക്ക് ഇങ്ങനെ ഒത്തിരി പ്രശ്നം ഉണ്ടായി. വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ വണ്ടി സിഗ്നലിൽ നിർത്തി അപ്പൊ അവന് എനിക്ക് കരച്ചിൽ കൊടുക്കും. വണ്ടി മൂവ് ചെയ്തോണ്ടിരുന്ന കുഴപ്പമില്ല, അതുപോലെ ഇടുവൻ. അല്ല അമ്മച്ചി, ഇവന് നല്ല മാറ്റല്ലേ ഇപ്പൊ? അതല്ല, ഇത് ഡെലിവറി ഡേറ്റ് അവിടെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തലമുക്കി തുടങ്ങി. 10-ാം തീയതി പാവായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. നമ്മുടെ ആദം ബേബി കണ്ട? ആദം ബേബി നല്ല കുട്ടി. ആദം ബേബി കിടക്കുന്നുണ്ട്. അതെന്നെ വാവോ, പാട്ട് നന്നായി പാടിക്കോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും.
അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഹാപ്പി ന്യൂസ് പറയാണ്. അതായത് എൻ്റെ നാത്തൂൻ പ്രഗ്നന്റ് ആണ്. അതായത് നാത്തൂൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 നാത്തൂന്മാരുണ്ട്. ഒരു നാത്തൂൻ ഇവിടുത്തെ ചേട്ടന്റെ വൈഫും, ഒരു നാത്തൂൻ അവിടുത്തെ എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളും. അപ്പൊ ഹസ്ബൻഡിന്റെ പെങ്ങൾ അവിടെ എന്നെ കെട്ടിച്ചു വിട്ടേക്കുന്നത് തൃശ്ശൂർ സൈഡ് പരന്തരപ്പള്ളിയാണ് സ്ഥലം. അപ്പൊ അവിടെ 2 മക്കളാണുള്ളത്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, പിന്നെ പെങ്ങളും. അപ്പൊ അവള് പ്രഗ്നന്റ് ആണ്. പക്ഷെ ഇവര് നാട്ടിലൊന്നും ഇല്ല, അവര് ദുബായിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ വീഡിയോയില് കണ്ടിട്ടില്ല. അവര് നാട്ടിലുള്ളപ്പോ നമ്മള് യൂട്യൂബ് ചാനല് ഇല്ല, നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ല. ഇനിയിപ്പോ അവര് നാട്ടിലേക്ക് വരുമ്പോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ. അവര് ഇപ്പൊ ഡെലിവറിക്ക് വരണില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വരോന്നുള്ള കാര്യം നമുക്കറിയില്ല. ചിലപ്പോ സാഹചര്യങ്ങൾ അനുകൂലല്ലെങ്കിൽ അവിടെ നോക്കാനൊക്കെ നമുക്ക് ആൾക്കാർ വേണമല്ലോ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോ. അങ്ങനെ ആളില്ല എന്നുണ്ടെങ്കിൽ അവള് നാട്ടിലേക്ക് വരും. പിന്നെ ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോ ഒരാളിവിടെ ഒക്കെ ഉണ്ട്. ഞാൻ എത്തിക്കഴിയുമ്പോ വീഡിയോസിൽ അവരുണ്ടാവും മിക്കതും. ഇപ്പൊ അവൾക്ക് 5 months ആവണം കേട്ടാ, 5ാമത്തെ മാസം ആവാണ്. ഇതുവരെ പ്രശ്നങ്ങളാ, വലിയ ബുദ്ധിമുട്ട്, ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാട്ടോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ജോലിക്ക് പോണോണ്ട് ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറയണ്ടേ, അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാത്തൂന്റെ കൊച്ചിന്റെ അടുത്തേ നമ്മുടെ ആദം ബേബിക്ക് ഉണ്ണി ഉണ്ടായത് പറഞ്ഞേ. അപ്പൊ അവള് പറയണ്ട, ആദം ബേബി തന്നെ ഒരു ഉണ്ണിയല്ലേ, പിന്നെ എന്നിട്ട് ആദം ബേബിക്ക് ഉണ്ണി ഉണ്ടാവണം. അതുപോലെയാണ് അവള് പറയുന്നത്, ഞാനൊരു ഉണ്ണിയല്ലേ, എനിക്ക് ഉണ്ണി ഉണ്ടാവുമ്പോ അവളും പറയും ഞാൻ ഒരു ഉണ്ണി തന്നെയല്ലേ എന്ന് അവള് തന്നെ പറയും. അതിനെ പിന്നെ എന്താണ്, അപ്പൊ എന്റെ നാത്തൂനെ കെട്ടിച്ചു വിട്ടേക്കുന്നത് പോട്ടയ്ക്കാട്ടാ. ഇപ്പൊ നമ്മുടെ വീട് കാടൂറ്റിയാണ്, അവരുടെ വീട് പോട്ടയിലാണ്. അടുത്ത് തന്നെയാണ്. ഇത്ര അടുത്തുനിന്ന് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എനിക്കറിയില്ല. രണ്ടുപേരും അടുത്തടുത്ത് തന്നെ കിടക്കണത്. അവിടുത്തെ അപ്പച്ചനമ്മച്ചിക്ക് സുഖമാണ്, കാരണം ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 സ്ഥലത്തും കയറാം. അതായത് കാടൂറ്റി പോട്ടാന്ന് പറഞ്ഞാൽ അടുത്തടുത്തായതുകൊണ്ട് 2 സ്ഥലത്തേക്കും കയറാം. ഇവിടുത്തെ അപ്പച്ചനമ്മച്ചിക്ക് സുഖമാണ്. അതായത് എന്റെ വീടും തൃശ്ശൂർ സൈഡ് തന്നെയാണ്, ഡിന്നിയുടെ വീടും തൃശ്ശൂർ സൈഡ് തന്നെയാണ്. അങ്ങോട്ട് പോണ വഴിക്ക് 2 വീട്ടിലും കയറാം. പക്ഷെ ഇവർ 2 പേരും 2 സ്ഥലത്തേക്ക് പോലും കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിടയ്ക്കിടയ്ക്ക് വരും. കാരണം ഇപ്പൊ ഞാനും ആദം ബേബി വന്നേ പിന്നെ അമ്മിച്ചി അപ്പച്ചനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. ഞങ്ങള് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ ഇരുന്ന സമയത്ത്, ഗൾഫിലായിരുന്ന സമയത്ത് ഇവര് പോലില്ല. അപ്പൊ അവിടുത്തെ അപ്പച്ചൻ അമ്മിച്ചി വിളിക്കുമ്പോ പറയും അവര് വന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ നാത്തൂന്റെ വീട്ടിലേക്കാണെങ്കിലും അവിടുത്തെ അപ്പച്ചൻ അമ്മിച്ചി പൂല് കുറവാണ്. ഇപ്പൊ അവര് വേഗം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് പോവാണ്. ഇവിടെ ആദം ബേബി ഉള്ള കാരണം ഇങ്ങോട്ട് വരും. ആദം ബേബിനെ കാണണല്ലോ. അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അപ്പാപ്പാ ബാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും. അപ്പൊ അപ്പാപ്പന് സങ്കടാവും. അപ്പൊ അപ്പാപ്പ വന്ന് പോകുമ്പോ അവിടെ കയറാൻ സമയം ഉണ്ടാവില്ല, വന്ന് ഇവിടെ തന്നെ അങ്ങോട്ട് പോവാ ചെയ്യാറ്. ശരിക്കും പറഞ്ഞാ വീട്ടില് നല്ലൊരു ബഹളായിരിക്കും അവിടെ എത്തിക്കഴിയുമ്പോ. നല്ല ബഹളം എന്ന് പറഞ്ഞാൽ നല്ല ബഹളായിരിക്കും. അവർക്ക് മൂത്തത് ഒരു പെൺകുട്ടിയാണ്. പിന്നെ ഇവിടെ 2 ആൺപിള്ളേരുണ്ടല്ലോ, ഇവര് 2 പേരുണ്ട്. ഇനിയിപ്പോ അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ 4 പിള്ളേര് വരും. ഇവിടെ 3 എണ്ണത്തിനെ വെച്ചോണ്ട് നമുക്ക് തലയ്ക്ക് തൊഴിലും കിട്ടണില്ല. അവിടെ 4 കൂടി ആവുമ്പോ അവിടുത്തെ അമ്മാമ്മയ്ക്കും അപ്പാപ്പനും നല്ല ബഹളായിരിക്കും. അവരെ താഴ്ത്ത 4 വയസ്സായിട്ടുണ്ട്. 4 വയസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ 4 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മറ്റേ ഡോക്ടറുടെ അടുത്ത് ഞാൻ അന്ന് പ്രഗ്നന്റ് ആയപ്പോ ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞേ, എന്താണ് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം ഇവൻ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്, എന്താ ചെയ്യാന്നുള്ളത്, ഇവനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പേടിയാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറയുന്നത് ഇപ്പൊ വയസ്സ് കൂടിയിട്ടൊന്നും കാര്യമില്ല, വയസ്സ് കൂടിയ പിള്ളേരോട് പറഞ്ഞാൽ കേൾക്കുന്നതാണ് മോള് വിചാരിക്കണേന്ന്. അതുപോലെ തന്നെ ആയിരിക്കും, അറിയില്ല കേട്ടോ. ഇനിയിപ്പോ അവള് പുതിയ ഉണ്ണി വന്നു കഴിയുമ്പോ ഭയങ്കര പക്വതയോടുകൂടി പെരുമാറോ എന്നുള്ളത് നമുക്കറിയില്ല. അത്ര ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. 4 വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്ര വലുതൊന്നല്ലല്ലോ. എന്നാലും ഒരുവിധം ഇവനേക്കാളും വേദന അറിവായിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ഏതാത് ബേബിനെയാ മാമൂദിസിക്കുണ്ടാ, അവരും ഇവനും കൂടി മാമൂദിസിക്ക്, ഇവന്റെ മാമൂദിസിക്ക് അവര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. കണ്ടിട്ടില്ല. അപ്പൊ അമ്മാമ്മയ്ക്കാണെങ്കിൽ താഴത്തും നിലത്തും നിക്കാൻ നേരമില്ല. അവിടെ ഇനി ഓരോ പണികളുണ്ട്. അവിടെ എരുമയുണ്ട്, കുറെ കോഴികളുണ്ട്, താറാവുണ്ട്. അതിന്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം. നല്ല ബഹളായിരിക്കും മിക്കതും. വന്ന അമ്മാവയ്ക്ക് ഒരു അടി കൊടുത്തത് നോക്കിയേ, അമ്മാവയ്ക്ക് ഗ്യാപ്പിലിട്ട് അടി കൊടുക്കുന്നുണ്ട്. അതായത് കാലത്ത് ഇന്ന് രാവിലെ ഞാൻ ഉണ്ണിനെ കുളിപ്പിക്കുന്ന സമയത്തെ അമ്മീച്ച് അവിടെ ഇരുന്ന് തല തുറത്തണവന്റെ ഉണ്ണിയുടെ. അപ്പൊ ഇവിടെ ഒരു കൊതുകരിക്കട്ടെ, ഞാൻ അടിച്ചു ചോരക്ക് ഞാൻ ആദം ബേബിയെ കാണിച്ചു കൊടുത്തു. പിന്നെ അപ്പൊ തുടങ്ങി അടിയത് കണ്ടോ, പെരിയില് കുട്ടി കണ്ടോ,
കുശുമ്പ് ഉണ്ടിട്ട് അവന് കുശുമ്പ്. അതായത് ഉണ്ണീനെ അമ്മിച്ചി എടുക്കുമ്പോഴാ ഉണ്ണീനെ ഞാൻ എടുക്കുമ്പോ വലിയ കുശുമ്പ് കാണിക്കല്ല, പക്ഷെ അമ്മിച്ചി എടുക്കണ കാണുമ്പോ ഇവനെ എടുക്കാൻ പറയും. ഇവൻ ചില നേരത്തെ ഇവൻ എടുക്കാനാണ് ഇവൻ പറയണേ. അല്ലേ അല്ലടാ? ഒരു സെക്കൻഡിൽ ഒരു 10 പ്രാവശ്യ ഞാൻ വിളിക്കും അമ്മമ്മ അമ്മമ്മ അമ്മമ്മ. കണ്ട ഗുഡ് ബോയ് ആയിട്ട് കിടക്കണ കണ്ട, എന്റെ പൊന്നു ഗുഡ് ബോയ് ആയിട്ട് കിടക്കണ കണ്ട. അയ്യോ പല്ല് കാണിച്ചു കൊടുത്തേ, പല്ല് ആദ്യം ഇവിടെ പല്ല് കാണിച്ചു കൊടുത്തേ. അയ്യാവന് മറഞ്ഞുട്ടാ. ആദ്യം ബേബി കിടന്നൂല്ലോ, തിരിഞ്ഞേടാ ഇണ്ടുട്ടാടാ. എന്താ പൊന്നു പരിപാടി? ദൈവമേ പെട്ടി അറ്റണോ നീ? പെട്ടി കൊണ്ട് പോണോ ആദം ബേബി? ആദം ബേബി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്ര ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.